ഹലോ, ഇന്ന് ഞാനൊരു ചിക്കൻ ചോറാണ് ഉണ്ടാക്കാൻ പോന്നേ. അതിന് വേണ്ടി എല്ലില്ലാത്ത ഞാൻ നീളത്തിലരിഞ്ഞിട്ട് കഷ്ണം കഷ്ണമായിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണം കേട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ടേക്കുന്നേ. ഇത് ഈ ബോൺലെസ് ചിക്കനായത്. കാര്യം കാലിൻ്റെയും നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെയൊക്കെ സൈഡിൽ അതിൽ നിന്നൊക്കെ ഇതുപോലെ എടുത്താൽ മതി. എല്ലില്ലാതിരിക്കണം. അതൊരു 400-450 ഗ്രാം ഉണ്ടേ. അങ്ങനെ അതെടുത്ത് വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ബാസ്മതി റൈസും വെച്ചിട്ടുണ്ടേ. അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതെന്നുള്ളൂ. കാര്യം ഇതൊരു 20 മിനിറ്റിനെങ്കിലും ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മസാല ചേർത്ത് വെക്കാം. ഈ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത കേട്ടോ വെളുത്തുള്ളി, ഇതൊരു 4 കഷ്ണം വലിയ ഇത് പൂണ്ട് വെളുത്തുള്ളി ഉണ്ടേ, അതിനകത്തുനിന്ന് എടുത്തതാണ്. അതിൽ നിന്ന് ഞാൻ ഇതിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഫ്രഷ് മുളകില്ലേ, ചതച്ച മുളക്, അത്, പിന്നെ 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, പിന്നെ ഇത് ചെറിയ സ്പൂണാണേ, 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ്, നാരങ്ങ നീര്, പിന്നെ ഇത് ചില്ലി സോസേ, അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത്, ഇത് ടൊമാറ്റോ കെച്ചപ്പ്, അതും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത്, പിന്നെ സോയാ സോസ്, അതും 1 ടേബിൾ സ്പൂണേ. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ചോറാണ്. പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ബെസ്റ്റ് സാധനം ഇത്. ഇതിങ്ങനെ ഒരു 10-20 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കി ചോറിന് വേണ്ടുന്ന ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേ. നല്ല മിക്സ് ചെയ്ത് വെക്കണേ. ഇരിക്കട്ടെ. നമ്മൾ ഇത് ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ട് 10-15 മിനിറ്റോളം ആയേ. ഞാൻ ഇനി ഈ അരിയില്ലേ, 3 ഗ്ലാസ് അരി, അത് കഴുകി വെച്ചേക്ക്. കൂത്തട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഈ വെള്ളം, ഇത് അളവൊന്നുമില്ലേ, കാര്യം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം തിളക്കട്ടെ. ഇതിനകത്ത് വേണ്ടുന്ന കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരി ഇട്ടെടുക്കാം. നമ്മുടെ വെള്ളം തിളച്ച്, ഇന്ന് ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കില്ല കേട്ടോ. കാര്യമെല്ലാം മസാലയിലും നമ്മുടെ ചിക്കനിലും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ, അന്നേരം നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവല്ലേ.
ഇതൊരു 80% വേവ് ആവണേ. റബ്ബറൊന്നുമില്ല, വെറും കവർ ചെയ്ത് കൊടുത്തേക്ക്. നമ്മുടെ ചോറ് നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ടേ. ഈ വേവ് മതി. ഒരു 80-85%, 90%-ഓളം വെന്തിട്ടുണ്ടേ. ഇനി ഇതൊന്ന് വാർക്കാം. ഇനി ചിക്കൻ റെഡിയാക്കേ. ഗ്യാസ് കത്തിക്കാം. പാത്രം ചൂടാവട്ടെ. നമ്മുടെ പാത്രം ചൂടായി. ഞാൻ ഇതിനകത്ത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ. നല്ല ടേസ്റ്റാണ് നല്ലെണ്ണയിൽ. മതിയേ. അതിന് പകരം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ, എണ്ണ ചൂടാവട്ടെ. ഇതിനകത്ത് നമുക്കൊരു സ്പൂൺ വെളുത്തുള്ളിയില്ലേ, കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ, അതിട്ടിടുക. ചെറുതായിട്ട് അതൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലോട്ട് ഈ ചിക്കനില്ലേ നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചേക്കുന്നത് അതിട്ട് കൊടുക്കാം. ഇത് മതിയേ. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട. കാര്യം ഈ ചിക്കൻ്റെ ഈ വെള്ളം തന്നെ മതി. നമ്മൾ സോസും നാരങ്ങ നീരും എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടില്ല, അത് മാത്രം മതി. ഇതിനകത്ത് സവാള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഒന്ന് വാടിക്കോട്ടെ. 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചോറിലിടുമ്പം, ഇത് ബിരിയാണിയുടെ ടൈപ്പേ അല്ലേ, ഉപ്പ് ചോറിലിടുമ്പോൾ സൂക്ഷിക്കണം. അധികം ഉപ്പ് വേണ്ട, കാര്യം ഇതിന് ഉപ്പുണ്ടല്ലോ. ഒരു വാട്ടം വെക്കട്ടെ. നമ്മൾ ആ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തേയില്ലേ, ഒന്ന് വാടിക്കോട്ടെ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഈ വെള്ളത്തിൽ തന്നെ, അതിൻ്റെ ചിക്കൻ്റെ വെള്ളം തന്നെ നമ്മളെ ചിക്കൻ റെഡിയായി. ഇനി ഇതിനകത്ത് ചെറിയ 2 ക്യാപ്സിക്കം അരിഞ്ഞതേ അതിട്ട് കൊടുക്കുക. ഇതിനകത്ത് മഞ്ഞയും ചുവപ്പും ഒക്കെ ഇട്ട് കൊടുക്കേ. ചുവപ്പല്ലെല്ലാം ഓൺ ചെയ്യും. ഇതധികം വേവിക്കേണ്ട, ഒരു 2 മിനിറ്റ് നേരം ഇത് കിടന്നാലേ. ഇനി ഇതിനകത്ത് കുറച്ച് ഗരം മസാല അല്ല, മീറ്റ് മസാല. ഗരം മസാല ആയാലും ചിക്കൻ മസാല ആയാലും ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ. മുളക്
ഞാൻ ഇതിനകത്ത് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല. ക്യാരറ്റ് അത് വേറൊരു ദിവസം വെജിറ്റബിളും ഇതൊക്കെ ഇട്ട് വെക്കാം. ഇനി ഇതിനകത്ത് ഉള്ളിയുടെ തണ്ടില്ലേ, സ്പ്രിംഗ് ഒണിയൻ്റെ, അതിട്ട് കൊടുക്കേ. പിന്നെ കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം പച്ചമുളക് ഇടുമ്പോൾ, എരിയൊക്കെ. ഇങ്ങനെ 2 മിനിറ്റ് കിടക്കട്ടെ. ഇത് വെന്ത് പോകരുത് ക്യാപ്സിക്കം. ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഹെർബ്സ് ഇട്ട് കൊടുക്കാം. ഈ മിക്സറില്ലേ, ഒറിഗാനോ എല്ലാം കൂടെ അത് ഇച്ചിരി കുറച്ചിട്ട് കൊടുക്കേ. മതി. ഇനി ഇതിനകത്ത് ചോറിട്ട് കൊടുക്കേ. പണി ഇത്രയേ ഉള്ളൂ. ഇത് ഈസിയാ. തീ കുറയ്ക്കേ. നമുക്ക് ആവശ്യത്തിനുള്ള ചോറ്. നല്ല മണം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയതേ. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കണം. ഇനി പരിപാടിയൊന്നുമില്ല, കഴിഞ്ഞു. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കേ. 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. അത് നല്ലോണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി കുറവാ. അതെ, അതെ. ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവുക. ഇത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. ഉണ്ടല്ലേ നമ്മളെ ചിക്കൻ ചോറ്. അടിപൊളി ടേസ്റ്റ് ചെയ്തേ. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കേ. മിക്കവർക്കും അറിയാവുന്നതാണിത്. അപ്പം ഇന്ന് എൻ്റെ ഡിന്നറാണ്. ഞങ്ങൾ ഇന്ന് ഇതാ ഉണ്ടാക്കിയത്. ഡിന്നറിനും ലഞ്ചിനും ഒക്കെ പാർട്ടിക്കൊക്കെ പറ്റിയ സാധനം ഇത്.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടേ.